ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 5ാം ഭാഗത്തിലേക്കാണ്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. ഈ പ്ലേലിസ്റ്റ് മാത്രമല്ല, ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലെ ട്രെയിനിങ് സെഷൻസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്യുമ്പോഴും സഹായം ചോദിക്കാനും മറ്റുമൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളും യൂസേജസും പഠിക്കുക എന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പ്ലനേഷൻ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എളുപ്പവഴിയിൽ ഇംഗ്ലീഷ് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങുക എന്നതാണ് ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അടിസ്ഥാനം തൊട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾ പാർട്ട് 1 തൊട്ട് ഓർഡറായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ ഇതാണ്: അപ്ലൈയിങ് ഫോർ എ ജോബ്. അപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? അപേക്ഷിക്കുക, ഒരു ജോലിക്ക് അപേക്ഷിക്കുക. അപ്ലൈയിങ് ഫോർ എ ജോബ് എന്നാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണുകയാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ ആ ജോലിക്ക് അപേക്ഷിച്ചോ? ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ അറിയില്ലേ പോലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ജോലി, ജോബ്. ജോലി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇംഗ്ലീഷ് പറയുക? ജോബ്. ആ ജോലി, ദാറ്റ് ജോബ്. നിങ്ങൾ ആ ജോലിക്ക് അപേക്ഷിച്ചോ എന്നല്ല നമുക്ക് ചോദിക്കേണ്ടത്. അപ്പം ജോലി, ജോബ്. ആ ജോലി, ദാറ്റ് ജോബ്. ശ്രദ്ധിക്കുക, ജോലി, ജോബ്. ആ ജോലി, ദാറ്റ് ജോബ്. ആ ജോലിക്ക്, ഫോർ ദാറ്റ് ജോബ്. ആ ജോലിക്ക് വേണ്ടി, അല്ലെ ആ ജോലിക്ക്, ഫോർ ദാറ്റ് ജോബ്. ജോലി, ജോബ്. ആ ജോലി, ദാറ്റ് ജോബ്. ആ ജോലിക്ക് വേണ്ടി, ജോലിക്കായിട്ട്, ഫോർ ദാറ്റ് ജോബ്. അപേക്ഷിക്കുക എന്ന വാക്കാണ് അപ്ലൈ. അപേക്ഷിക്കുക, അപ്ലൈ. ഇനി നമുക്ക് എന്താ ചോദിക്കേണ്ടത്? നിങ്ങൾ എന്ന വാക്കെന്താ? യു. നിങ്ങൾ, യു. നിങ്ങൾ ആ ജോലിക്ക് അപേക്ഷിച്ചോ? ആ ജോലിക്ക്, ഫോർ ദാറ്റ് ജോബ്. അപേക്ഷിക്കുക, അപ്ലൈ. നിങ്ങൾ, യു എന്നാണ്. നിങ്ങൾ ആ ജോലിക്ക് അപേക്ഷിച്ചോ. ശ്രദ്ധിക്കുക, ഇവിടെ ചോദിക്കേണ്ട സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. ഈ ചോദ്യത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്: ഡിഡ് യു അപ്ലൈ? ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? നീ ആ ജോലിക്ക് അപേക്ഷിച്ചോ? ശ്രദ്ധിക്കുക, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉപയോഗമാണ്. നമുക്കധികം ഗ്രാമർ റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഈസി ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളൊരു കാര്യം ഇപ്പോഴത്തെ സമയത്തിന് മുമ്പ് നേരത്തെ ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം, ഇപ്പോഴത്തെ സമയം എന്താണ്? നിങ്ങൾ ഇപ്പോഴത്തെ സമയം എന്താണ്? ഇപ്പോഴത്തെ ആ സമയത്തിന് മുമ്പ് ഒരു കാര്യം ചെയ്തോ? അത് 10 സെക്കൻഡ് മുമ്പാവാം, 1 സെക്കൻഡ് മുമ്പാവാം, 1 മിനിറ്റ് മുമ്പാവാം, 1 മണിക്കൂർ മുമ്പാവാം, 1 ദിവസം മുൻപാവാം, 10 ദിവസം മുമ്പോ, 10 വർഷം മുമ്പോ, 50 വർഷം മുമ്പോ. നിങ്ങളൊരു കാര്യം ഇപ്പോഴത്തെ സമയത്തിന് മുമ്പ് ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാൻ ഡിഡ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ജോലിക്ക് അപേക്ഷിച്ചോ എങ്ങനെ ചോദിക്കുക? ഡിഡ് യു അപ്ലൈ. ഇവിടെ മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് തരാൻ പോവുകയാണ്. ഡീറ്റെയിൽ ക്ലാസ്സോ കാണണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിലത് കാണുക. നിങ്ങളൊരു കാര്യം നേരത്തെ ചെയ്തോ എന്നാണ്. നിങ്ങൾ രാവിലെ വല്ലതും കഴിച്ചോ? ഡിഡ് യു ഈറ്റ് എനിത്തിങ് ഇൻ ദ മോർണിംഗ്? കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക്? ചായ കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക് ടീ? പത്രം വായിച്ചോ? ഡിഡ് യു റീഡ് ന്യൂസ് പേപ്പർ? അവനെ വിളിച്ചോ? ഡിഡ് യു കോൾ ഹിം? എന്തെങ്കിലും കാര്യം നിങ്ങൾ നേരത്തെ ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ജോലിക്ക് അപേക്ഷിച്ചോ എന്ന് എങ്ങനെ ചോദിക്കും? ഡിഡ് യു അപ്ലൈ. ആ ജോലിക്ക് അപേക്ഷിച്ചോ? ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ആ ജോലിക്ക്, ഉറക്കെ പറയുക, ഫോർ ദാറ്റ് ജോബ്. ആ ജോലിക്ക്, ഫോർ ദാറ്റ് ജോബ്. നിങ്ങൾ അപേക്ഷിച്ചോ? ഡിഡ് യു അപ്ലൈ. അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചോ എങ്ങനെ ചോദിക്കും? ഡിഡ് യു അപ്ലൈ. ആ ജോലിക്ക് നിങ്ങൾ അപേക്ഷിച്ചോ? നീ ആ ജോലിക്ക് അപേക്ഷിച്ചോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. അപ്പോൾ ഞാൻ ചോദിക്കുക, ഏത്? വിച്ച് വൺ? ഏത് ജോലിക്കാണ് എനിക്ക് മനസ്സിലായില്ല. വിച്ച് വൺ? ഏതിനാണ്? അപ്പോൾ ഞാൻ അവനോട് പറയാണ്, നീ എന്നോട് ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ജോബ് വേക്കൻസിയെ പറ്റി നീ പറഞ്ഞില്ലേ? യു ടോൾഡ് മീ അബൌട്ട് എ ജോബ് വേക്കൻസി ഫോർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. ശ്രദ്ധിക്കുക, നീ പറഞ്ഞു. യു ടോൾഡ്, പറയുക. ടെൽ, പറഞ്ഞു. ടോൾഡ്. ഇത് പാസ്റ്റ് ഫോം ഓഫ് ടെൽ ആണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു 100 വാക്കുകളുടെ, എല്ലാ ദിവസവും ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്കുകളുടെ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഫോംസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. നീ എന്നോട് പറഞ്ഞു. യു ടോൾഡ് മീ. നീ എന്നോട് പറഞ്ഞു. യു ടോൾഡ് മീ. ഒരു ജോബ് വേക്കൻസിയെ പറ്റി, അതിനെക്കുറിച്ച്, എബൌട്ട്, അതിനെപ്പറ്റി. യു ടോൾഡ് മീ അബൌട്ട് എ ജോബ് വേക്കൻസി ഫോർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ജോബ് വേക്കൻസിയെ പറ്റി നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവൻ പറയാണ്, യെസ് ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെപ്പറ്റി മറന്നു. മറക്കുക, ഫോർഗെറ്റ്. മറന്നു, ഫോർഗോട്ട്. ഞാൻ അതിനെപ്പറ്റി മറന്നു. ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ പറയാണ്, അത് നിനക്കൊരു നല്ല ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നത്.
അത് നിനക്ക് നല്ലൊരു ജോലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ജോലി, ഗുഡ് ജോബ്. നിനക്ക് എ ഗുഡ് ജോബ് ഫോർ യു, എ ഗുഡ് ജോബ് ഫോർ യു. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക്. നമ്മുടെ അഭിപ്രായം പറയാനും ഒക്കെ എന്തെങ്കിലും നമുക്ക് തോന്നുന്ന കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒപ്പീനിയൻ പറയാനൊക്കെ ഐ തിങ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ജോബ് ഫോർ യു, ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ജോബ് ഫോർ യു, ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ജോബ് ഫോർ യു. അത് നിനക്ക് നല്ലൊരു ജോലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവൻ പറയാണ് യെസ് ഇറ്റ് ഈസ്. അതെ, നീ പറഞ്ഞത് ശരിയാണ്, നല്ല ജോലിയാണ്. യെസ് ഇറ്റ് ഈസ്, ബട്ട് ദ സാലറി ഈസ് ഓൺലി ₹12,000. നല്ല ജോലിയാണ്, പക്ഷേ അതിന് സാലറി 12,000 ഉള്ളൂ. അപ്പോൾ ഞാൻ അവനോട് പറയാണ്, നീ അതിനെ വിഷമിക്കണ്ട, ഡോൺ വെറി. അതിനെപ്പറ്റി വെറീഡ് ആവണ്ട, അതിനെപ്പറ്റി വിഷമിക്കണ്ട, ഡോൺ വെറി. ഒരാളോട് നമ്മൾ വിഷമിക്കണ്ട, വെറീഡ് ആവണ്ടെന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? ഡോൺ വെറി. സാലറിയെക്കുറിച്ച്, എബൌട്ട് ദ സാലറി, സാലറിയെ പറ്റി, എബൌട്ട് ദ സാലറി. ഡോൺ വെറി അബൌട്ട് ദ സാലറി, ഡോൺ വെറി അബൌട്ട് ദ സാലറി. സാലറി പറ്റി വെറീഡ് ആവണ്ട, അതിനെപ്പറ്റി വിഷമിക്കണ്ട. ഇറ്റ്സ് ബെറ്റർ ദാൻ നോട്ട് ഹാവിങ് എനി ജോബ്, ഇറ്റ്സ് ബെറ്റർ ദാൻ നോട്ട് ഹാവിങ് എനി ജോബ്. അതായത് ഇറ്റ്സ് ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതാണ്, നല്ലതാണ്. ഇറ്റ്സ് ബെറ്റർ ദാൻ നോട്ട് ഹാവിങ് എനി ജോബ്. ഒരു ജോലി, നോട്ട് ഹാവിങ് എനി ജോബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജോലിയും ഇല്ലാത്ത. ഒരു ജോലിയും ഇല്ലാത്തതിനേക്കാളും നല്ലതാണല്ലോ ആ ജോലി, അല്ലേ? ഡോൺ വെറി അബൌട്ട് ദ സാലറി, സാലറിയെ പറ്റി വെറീഡ് ആവണ്ട, അതിനെപ്പറ്റി വിഷമിക്കണ്ട. ഇറ്റ്സ് ബെറ്റർ ദാൻ നോട്ട് ഹാവിങ് എനി ജോബ്. ഒരു ജോലി ഇല്ലാത്തതിനേക്കാളും നല്ലത് അതാണ്. അപ്പോൾ അവൻ പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, യു ആർ റൈറ്റ്. അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും നമ്മളോട് പറയുമ്പം നീ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറയണമെങ്കിൽ യു ആർ റൈറ്റ്, യു ആർ റൈറ്റ് എന്ന് പറയാം. യു ആർ റൈറ്റ്. അവൻ പറയാണ്, യു ആർ റൈറ്റ്, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ആ ജോലിക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കാം, ഞാൻ ആ ജോലിക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കും, അല്ലെങ്കിൽ ഞാൻ ആ ജോലിക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കാം. ഞാൻ ഒരു കാര്യം പിന്നീട് ചെയ്യും എന്ന് പറയാം. ഞാനൊരു കാര്യം പിന്നീട്, ഇപ്പോഴത്തെ സമയത്തിന് ശേഷം ഞാനൊരു കാര്യം ചെയ്യും, അല്ലെ ചെയ്യാമെന്ന് പറയാൻ ഐ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങാം. ശ്രദ്ധിക്കുക, ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഡീറ്റെയിൽ ട്രെയിനിങ് സെഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അപേക്ഷിക്കാം, ഞാൻ അപേക്ഷിക്കും, ഐ വിൽ അപ്ലൈ. ആ ജോലിക്ക് വേണ്ടി, ആ ജോലിക്ക്, ഫോർ ദ ജോബ്, ഇന്ന് തന്നെ, ടുഡേ ഇറ്റ് സെൽഫ്, ഇന്ന് തന്നെ, ടുഡേ ഇറ്റ് സെൽഫ്. ഞാൻ ആ ജോലിക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കും, ഐ വിൽ അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ടുഡേ ഇറ്റ് സെൽഫ്, ഐ വിൽ അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ടുഡേ ഇറ്റ് സെൽഫ്. ഞാൻ ഇന്ന് തന്നെ ആ ജോലിക്ക് അപേക്ഷിക്കും. എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തോളൂ. ഞാൻ അപ്ലൈ ചെയ്യും, ഐ വിൽ അപ്ലൈ. ഞാൻ അപ്ലൈ ചെയ്യും, ഐ വിൽ അപ്ലൈ. ആ ജോലിക്ക് വേണ്ടി, ഫോർ ദാറ്റ് ജോബ്, ഇന്ന് തന്നെ, ടുഡേ ഇറ്റ് സെൽഫ്, ഐ വിൽ അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ടുഡേ ഇറ്റ് സെൽഫ്. അപ്പോൾ ഞാൻ പറയാണ്, ശരി, അത് സാലറി മാത്രമല്ല, നിനക്ക് ഒരു വർഷത്തിന് ശേഷം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ ഞാൻ പറയാണ്, ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓൺലി ദ സാലറി, യു വിൽ ഗെറ്റ് ആൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഓൾസോ ആഫ്റ്റർ എ ഇയർ. സാലറി മാത്രമല്ല, നിനക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ സാലറി, സാലറി മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞല്ലേ. അടുത്തത് അവൻ പറയാണ്, യെസ്, ആൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ആൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ അവനോട് പറയാണ്, ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിനക്ക് ഒരു വർഷത്തിന് ശേഷം ബെറ്റർ ആയിട്ടുള്ള ജോബ്സിന് അപേക്ഷിക്കാം. വിത്ത് ദാറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതുകൊണ്ട് വിത്ത് ദാറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ ബെറ്റർ ജോബ്സ് ആഫ്റ്റർ ആൻ ഇയർ. വിത്ത് ദാറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ ബെറ്റർ ജോബ്സ് ആഫ്റ്റർ ആൻ ഇയർ. ഒരു വർഷത്തിന് ശേഷം നിനക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ജോബ്സിന് അപേക്ഷിക്കാം. അവൻ പറയാണ്, യെസ്, യു ആർ റൈറ്റ്. അതെ, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ സിമ്പിൾ സിറ്റുവേഷനാണ്. നിങ്ങളിത് കാണാൻ പഠിക്കുകയും വേണ്ട, മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്ത വീഡിയോ പലതവണ കാണാൻ നോക്കുക, മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. നമുക്കൊന്നും കൂടെ ഇന്നത്തെ ഈ കോൺവെർസേഷൻ സിറ്റുവേഷൻ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നീ ആ ജോലിക്ക് അപേക്ഷിച്ചോ? ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, ഏത്, വിച്ച് വൺ? ഞാൻ അവനോട് പറയുകയാണ്, നീ എന്നോട് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ജോബ് വേക്കൻസി പറ്റി പറഞ്ഞിരുന്നല്ലോ. യു ടോൾഡ് മീ അബൌട്ട് എ ജോബ് വേക്കൻസി ഫോർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ അവൻ പറയാണ്, ഓ യെസ്, ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെപ്പറ്റി മറന്നു, ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ അവനോട് പറയുകയാണ്, അത് നിനക്ക് നല്ലൊരു ജോലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ജോബ് ഫോർ യു, ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് ജോബ് ഫോർ യു. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, അതെ, നല്ല ജോലി തന്നെയാണ്, പക്ഷേ സാലറി 12,000 രൂപയേ ഉള്ളൂ. യെസ് ഇറ്റ് ഈസ്, ബട്ട് ദ സാലറി ഈസ് ഓൺലി ₹12,000. ദ സാലറി ഈസ് ഓൺലി ₹12,000. അപ്പോൾ ഞാൻ അവനോട് പറയുകയാണ്, നീ സാലറി പറ്റി വെറീഡ് ആവണ്ട, അതിനെപ്പറ്റി വിഷമിക്കണ്ട. ഒരു ജോലി ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? ഒരു ജോലി ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണത്. ഡോണ്ട് വെറി അബൌട്ട് ദ സാലറി, ഇറ്റ്സ് ബെറ്റർ ദാൻ നോട്ട് ഹാവിങ് എനി ജോബ്, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ നോട്ട് ഹാവിങ് എനി ജോബ്. അപ്പോൾ അവനോട് പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ജോലിക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കും. യു ആർ റൈറ്റ്,
ഐ വിൽ അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ടുഡേ ഇറ്റ് സെൽഫ്. അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ്, ശരി, സാലറി മാത്രമല്ല, നിനക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓൺലി ദ സാലറി, യു വിൽ ഗെറ്റ് ആൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഓൾസോ ആഫ്റ്റർ എ ഇയർ. അവൻ പറയാണ്, യെസ്, അതെ, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. യെസ്, ആൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിനക്ക് ഒരു വർഷത്തിന് ശേഷം ബെറ്റർ ആയിട്ടുള്ള ജോബ്സിന് അപ്ലൈ ചെയ്യാം. വിത്ത് ദാറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ ബെറ്റർ ജോബ്സ് ആഫ്റ്റർ ആൻ ഇയർ. അതെ, നീ പറഞ്ഞ് ശരിയാണ്. യെസ്, യു ആർ റൈറ്റ്. ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇന്ന് പഠിച്ച യൂസേജസ്, പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് കമൻസിൽ മെൻഷൻ ചെയ്യുവാണ് നല്ലതാണ്. കാരണം അത് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക, വീഡിയോ പലതവണ കാണുക, എൻ്റെ ഒപ്പം നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ശ്രദ്ധിക്കുക, ഈ ചാനലിൽ ഒരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക്സ് തൊട്ട് പഠിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് പാർട്ട് 1 തൊട്ട് ഓർഡർ ആയിട്ട് കാണുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ യൂട്യൂബ് കമൻസിൽ ഡൗട്ട്സ് ചോദിക്കുക. ശ്രദ്ധിക്കുക, ഞാനൊരു ബുക്കിൻ്റെ ഓഥറാണ്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ഒരു കോഴ്സിൻ്റെ പുസ്തക രൂപമാണ്. ഒറിജിനൽ ബുക്കിന് 300 രൂപയാണ്. അത് കേരളത്തിനുള്ളിലാണ് ഷിപ്പിംഗ് ഉള്ളത്. 300 രൂപ പ്ലസ് 50 രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കം 350 രൂപയാണ് ഒറിജിനൽ ബുക്കിന് വരുന്നത്. കേരളത്തിനുള്ളിലാണ് ഷിപ്പിംഗ്. അതല്ല, നിങ്ങൾക്ക് ഈ ബുക്ക് വേണമെങ്കിൽ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. PDF ഫോർമാറ്റ് ഈ ബുക്ക് നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് ഓർഡർ ചെയ്യാം. 200 രൂപയാണ് വരുന്നത്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 900 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ് കോഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി പ്രോഗ്രാം 900 റുപ്പീസിന് സെൽഫ് സ്റ്റഡി പ്രോഗ്രാം ഉണ്ട്. പ്രോ ലെവൽ 1 and 2 കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ടോ ടെലിഫോണിക് സപ്പോർട്ടോ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.